ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ജഗതല പ്രതാപൻ്റെ കഥയാണ്. പണ്ട് ഉദയഗിരി എന്ന രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 7 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 7 മക്കളും രാജ്ഞിയും രാജാവും കൂടെ വളരെ സന്തോഷമായിട്ട് കൊട്ടാരത്തിൽ അങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു. ഒരിക്കൽ നല്ല നിലാവുള്ളൊരു രാത്രിയിൽ രാജാവും രാജ്ഞിയും 7 ആൺമക്കളും കൂടെ കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവരിരുന്നിരുന്ന സ്ഥലത്തിന് മുൻപിലായിട്ട് വിശാലമായൊരു പുൽത്തകിടി ഉണ്ടായിരുന്നു. അവിടെ നിലാവ് വീണ് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് ഈ നിലാവ് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇതെന്തിന് പ്രയോജനപ്പെടുത്താം? അപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ, ഇത് ശത്രു രാജ്യങ്ങൾ ആക്രമിക്കാൻ പറ്റിയ നിലാവാണ്. പകൽ സമയത്തെ പോലെ വലിയ പ്രകാശമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ നിലാവിലൂടെ ഒളിച്ചു പോകാൻ പറ്റും. രാജാവിനെ ഉത്തരം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം രണ്ടാമത്തെ മകനോട് ചോദിച്ചു, മകനെ, നിനക്കെന്താണ് തോന്നുന്നത്? അവൻ പറഞ്ഞു, അച്ഛാ, വയലിലേക്ക് വെള്ളം തിരിച്ചു വിടാൻ പറ്റിയ സമയമാണ്. ഈ സമയത്ത് വെള്ളം തിരിച്ചു വിട്ടാൽ നേരം വെളുക്കുമ്പോഴേക്കും വയൽ നിറയെ വെള്ളമായിരിക്കും, കൃഷിക്ക് നല്ലതായിരിക്കും. മൂന്നാമത്തെ മകൻ അപ്പോൾ പറഞ്ഞു, കൃഷിക്ക് വെള്ളം തിരിച്ചു വിടുക മാത്രമല്ല അച്ഛാ, ഈ സമയത്ത് നിലം ഉഴാനും നല്ലതാണ്. കഠിനമായ വെയിലിൽ നിലം ഉഴുമ്പോൾ കാളകളാണെങ്കിലും മനുഷ്യനാണെങ്കിലും വല്ലാതെ ക്ഷീണിക്കും. ഈ നിലാവത്ത് നന്നായിട്ട് കണ്ണ് കാണാനും പറ്റും. വെയിലിൻ്റെ ചൂടോ ബുദ്ധിമുട്ടോ ഇല്ലാതെ നിലമുഴാനും പറ്റും. നാലാമത്തെ മകൻ പറഞ്ഞത്, ഈ നിലാവ് സഞ്ചരിക്കാൻ നല്ലതാണ് എന്നാണ്. വെയിലത്ത് സഞ്ചരിക്കുമ്പോൾ ക്ഷീണം വരുമല്ലോ, നിലാവത്താകുമ്പോൾ നല്ല തണുപ്പുണ്ട്, യാത്ര ചെയ്യാൻ സുഖമാണ്, എന്നാൽ വഴി കണ്ടു പോവുകയും ചെയ്യാം. അഞ്ചാമത്തെ മകൻ പറഞ്ഞത്, ഈ നിലാവ് നായാട്ടിന് നല്ലതാണ് എന്നാണ്. വേട്ടയാടാൻ പറ്റിയ സമയമാണ് രാത്രി. അപ്പോൾ നിലാവും കൂടി ഉണ്ടെങ്കിലോ വേട്ട ബഹുരസമായിരിക്കും. ആറാമത്തെ മകൻ പറഞ്ഞത്, വിയർക്കാതെ പണി ചെയ്യാൻ പറ്റിയ സമയമാണ് നിലാവ് എന്നാണ്. കഠിനാധ്വാനം ചെയ്യാൻ നല്ല സമയമാണ് നിലാവുള്ള രാത്രി. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന തൻ്റെ 7ാമത്തെ മകനായ ജഗതല പ്രതാപനോട് രാജാവ് ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ നിലാവത്ത് നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഇത് എന്തിനു കൊള്ളാം? അപ്പോൾ ജഗതല പ്രതാപൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് സകല രാജ്യങ്ങളുടെയും അധിപതിയായ ഒരു ചക്രവർത്തിയായിട്ട് വലിയൊരു സിംഹാസനത്തിലിരിക്കാനാണ് ആഗ്രഹം. ഈ നിലാവ് അതിന് പറ്റിയ സമയമാണ്. നിലാവത്ത് ഒരു വലിയ സിംഹാസനത്തിന് മേലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദ്രപുത്രി എനിക്ക് വെറ്റില ചുരുട്ടിത്തരണം, അഗ്നിപുത്രി എൻ്റെ കാല് തടവി തരണം, വരണപുത്രി എനിക്ക് വേണ്ടി പാട്ട് പാടണം, അത് വെറുതെ പാടിയാൽ പോലെ വീണ മീട്ടി പാട്ട് പാടണം, നാഗരാജാവിൻ്റെ മകൾ എനിക്ക് വിശറി വീശി തരികയും വേണം. അങ്ങനെ ഒരു ജീവിതം ഈ നിലാവിൽ ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം. ഈ ഉത്തരം ഉദയഗിരി രാജാവിനെ ചൊടിപ്പിച്ചു. അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്നു. ഇവരെന്ത് ധിക്കാരമാണ് പറയുന്നത്? ഒരു രാജകുമാരൻ തൻ്റെ പിതാവായ രാജാവിനോട് പറയുകയാണ്, യുദ്ധം ചെയ്യാനോ കൃഷി ചെയ്യാനോ യാത്ര ചെയ്യാനോ നായാട്ട് നടത്താനോ ഒന്നുമല്ല നിലാവുള്ള രാത്രികൾ നല്ലതെന്ന്. ഇവനെ ഒരു രാജകുമാരനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അബദ്ധമാണ്. സുഖലോലുപതയിൽ മാത്രമാണ് ഇവന് താല്പര്യം. രാജാവ് ഉടൻ തന്നെ തൻ്റെ സേവകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 7ാമത്തെ മകനെ വേണ്ട. അവനെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയണം. കൊന്നിട്ട് ചോര കൊണ്ടുവന്ന് എന്നെ തെളിവായിട്ട് കാണിക്കണം. രാജ്ഞി ഇത് കേട്ട് വിഷമിച്ചു പോയി. രാജ്ഞി രാജാവിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, മകനെ കൊല്ലരുതേ എന്ന്. പക്ഷേ രാജാവ് സമ്മതിച്ചില്ല. രാജാവ് ഉടൻ തന്നെ തൻ്റെ സേവകരോട് ജഗതല പ്രതാപനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ആജ്ഞാപിച്ചു. അവരെല്ലാവരും കൂടി ചേർന്ന് ജഗതല പ്രതാപനെ അവിടുന്ന് വലിച്ചിഴച്ച് ദൂരേക്ക് കൊണ്ടുപോയി. ജഗതല പ്രതാപൻ കുട്ടിക്കാലം മുതലേ വളരെ സൗമ്യനായ, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന വളരെ നല്ല ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് സേവകന്മാർക്കൊക്കെ അവനോട് വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് ഓമനത്തം നിറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ കൊല്ലാൻ ഒട്ടും തോന്നിയില്ല. അതുകൊണ്ട് അവനെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ദൂരെ പോയി രക്ഷപ്പെട്ടുള്ളൂ, ഞങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളെ കൊന്ന് ചോര കൊണ്ടുവന്ന് രാജാവിനെ കാണിച്ചോളാം. അങ്ങനെ ജഗതല പ്രതാപൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ കാൽനടയായിട്ട് ആ രാജ്യം വിട്ട് ദൂരേക്ക് യാത്ര ചെയ്തു. കുറേ ദൂരം പോയി. അപ്പോൾ മറ്റൊരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു കുടിൽ കണ്ട് അവൻ അവിടെ ചെന്ന് മുട്ടി. അത് ആരുടെ കുടിലാണ് എന്ന് അവനെ അറിഞ്ഞുകൂടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഒരുപാട് മന്ത്രശക്തികളൊക്കെ ഉള്ളൊരു മന്ത്രവാദിനിയുടെ വീടായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ജഗതല പ്രതാപൻ അവിടെ ചെന്ന് മുട്ടിയത്. വൃദ്ധയായ മന്ത്രവാദിനി വന്ന് വാതിൽ തുറന്നു. ജഗതല പ്രതാപൻ അവരോട് പറഞ്ഞു, ഞാൻ ദൂരെ നിന്ന് വരികയാണ്, ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം.
അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എനിക്ക് കുറേ ആടുകളുണ്ട്, ഈ ആടുകളെ മേയ്ക്കുന്ന ജോലി നിനക്ക് തരാം. പക്ഷേ ഒരു കാര്യമുള്ളത്, നിനക്ക് ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും ആടിനെ മേയ്ക്കാൻ പോകും, വടക്ക് ദിക്കിലേക്ക് മാത്രം പോവരുത്. അങ്ങനെ പോവില്ല എന്ന് നീ സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഈ ജോലി തരാം, ഇവിടെ താമസിപ്പിക്കുകയും ചെയ്യാം. ജഗതല പ്രതാപൻ സമ്മതിച്ചു. അങ്ങനെ അവൻ ആ വൃദ്ധയുടെ ആട്ടിടയനായിട്ട് അവരോടൊപ്പം അവിടെ താമസിച്ചു തുടങ്ങി. എല്ലാ ദിവസവും ആട്ടിൻ പറ്റത്തേം കൊണ്ട് അവൻ ആട് മേയ്ക്കാൻ പോവും. വൃദ്ധ ഒരു മന്ത്രവാദിനിയാണെന്ന് അവനും അറിഞ്ഞുകൂടാ, അവനൊരു രാജകുമാരനാണെന്ന് വൃദ്ധയ്ക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അവൻ്റെ സൗമ്യമായ പെരുമാറ്റം വൃദ്ധയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവനാണെങ്കിൽ ഉറുമ്പുകളോടും തവളകളോടും കിളികളോടും മൃഗങ്ങളോടും ഒക്കെ വളരെ സൗമ്യനായിരുന്നു. ശരിക്കും അവരോടൊക്കെ കൂട്ടുകൂടി ജീവിക്കാൻ ജഗതല പ്രതാപന് വലിയ മിടുക്കായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് വടക്ക് ദിക്കിലേക്ക് പോകരുത് എന്ന് ഈ വൃദ്ധ പറഞ്ഞത് എന്നവൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു. ഒരു ദിവസം കുറേ ദൂരേക്ക് ആട് മേയിച്ച് പോയി കഴിഞ്ഞപ്പോൾ വടക്ക് ദിക്കിലേക്കൊന്ന് പോയി നോക്കിക്കളയാം എന്നവന് തോന്നി. അങ്ങനെ ആടുകളെ മേയ്ക്കാൻ വിട്ടിട്ട് അവൻ പതുക്കെ വടക്ക് ദിക്കിലേക്ക് നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ സ്വർണത്തിൻ്റെ പടവുകൾ കൊണ്ടുള്ളൊരു കുളം കണ്ടു. അത്ര മനോഹരമായൊരു കുളം അവന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. 4 വശവും തങ്കക്കട്ടികൾ കൊണ്ട് നിർമ്മിച്ച പടവുകൾ, അതിന് താഴെ ശുദ്ധമായ ജലം. ആ ജലം ഇങ്ങനെ കിടന്ന് വെട്ടിത്തിളങ്ങുന്നു. ഇത് കണ്ട ജഗതല പ്രതാപൻ അവിടെ നിൽക്കുമ്പോൾ ഉണ്ട് ആ പടിക്കെട്ടിലെ കുറേ വസ്ത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീ പൊങ്ങി വന്നു. ജഗതല പ്രതാപൻ അവളെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അത്രത്തോളം സൗന്ദര്യം ജഗതല പ്രതാപൻ അതിനു മുമ്പ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അത്ര സുന്ദരി. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയാൽ ജഗതല പ്രതാപൻ ആ കടവിൽ വെച്ചിരുന്ന അവളുടെ വസ്ത്രം എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. തൻ്റെ വസ്ത്രം കൊണ്ട് ഒരാൾ ഓടിപ്പോകുന്ന കണ്ട ആ സുന്ദരിയായ പെൺകുട്ടി അയാളുടെ പുറകെ ഓടാൻ തുടങ്ങി. ജഗതല പ്രതാപൻ നിന്നതേയില്ല. പക്ഷേ തൊട്ട് പിന്നാലെ പെൺകുട്ടി ഓടി വരുന്ന ശബ്ദം ജഗതല പ്രതാപന് കേൾക്കാമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം കേൾക്കാതായി. അപ്പോൾ അവൾ പിന്നാലെ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജഗതല പ്രതാപൻ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയതും അവനൊരു കല്ലായിട്ട് മാറി. കല്ലായി തീർന്ന അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ വസ്ത്രവും എടുത്തുകൊണ്ട് ആ പെൺകുട്ടി ആകാശത്തേക്ക് പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കല്ലായി തീർന്ന ജഗതല പ്രതാപൻ അവിടെ നിന്നു. അവിടെ നിന്ന് പോകാൻ വയ്യല്ലോ. വൈകുന്നേരമായിട്ടും ജഗതല പ്രതാപൻ തിരിച്ചു വന്നില്ല. മന്ത്രവാദിനിയായ വൃദ്ധയ്ക്ക് അവനെന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി. കുറച്ചു കാലം അവനോടൊപ്പം താമസിച്ചപ്പോൾ അവനോട് സ്വന്തം മകനോടെന്ന പോലെ ഒരു സ്നേഹം ആ വൃദ്ധയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് അവരവനെ അന്വേഷിച്ചു വന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ആട്ടും പറ്റം അനാഥമായിട്ട് നിൽക്കുന്ന അവർ കണ്ടു. അപ്പോഴേ അവർക്ക് മനസ്സിലായി ജഗതല പ്രതാപൻ തൻ്റെ വാക്ക് കേൾക്കാതെ വടക്ക് ദിക്കിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന്. അവർ വടക്ക് ദിക്കിലേക്ക് നടന്നു. കുറേ ദൂരം വന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു വലിയ കല്ലായിട്ട് ജഗതല പ്രതാപൻ നിൽക്കുന്നത് കണ്ടു. മന്ത്രവാദിനിയായ വൃദ്ധയ്ക്ക് അവനെ തിരിച്ച് മനുഷ്യനാക്കാനുള്ള വിദ്യ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ മന്ത്രം ചൊല്ലി അവനെ വീണ്ടും മനുഷ്യനാക്കി മാറ്റി. എന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് തൻ്റെ കുടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായ കാര്യമല്ല നീ ചെയ്തത്. നീ ഒരിക്കലും വടക്ക് ദിക്കിലേക്ക് പോകരുതായിരുന്നു. ജഗതല പ്രതാപൻ പറഞ്ഞു, അമ്മുമ്മേ, ഞാനൊരു രാജകുമാരനാണ്. എൻ്റെ പേര് ജഗതല പ്രതാപൻ എന്നാണ്. എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളുടെ വസ്ത്രം എടുത്തുകൊണ്ട് ഓടിയത്. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, നീ ഒരു രാജകുമാരനാണെങ്കിൽ ഞാനൊരു വലിയ മന്ത്രവാദിനിയാണ്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത് വളരെ വലിയൊരു അപകടത്തിൽ നിന്നാണ്. നീ എടുത്തുകൊണ്ട് ഓടിയത് ഒരു സാധാരണ പെൺകുട്ടിയുടെ വസ്ത്രമല്ല. അവൾ ഇന്ദ്രൻ്റെ മകളാണ്. അവളുടെ വസ്ത്രം എടുത്തുകൊണ്ട് അങ്ങനെ ഓടിയത് വലിയ അബദ്ധമായിപ്പോയി. അപ്പോൾ ജഗതല പ്രതാപൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രപുത്രയെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിച്ചേ തീരൂ. ഞാൻ അവളെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടുമെന്ന് കരുതിയതേയില്ല. ദൈവവിധിയാൽ ഞാൻ ഇന്ന് അവളെ കണ്ടല്ലോ. അമ്മ ഒരു മന്ത്രവാദിനിയല്ലേ, അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കാനുള്ള വിദ്യ കൂടി പറഞ്ഞു തരണം. അവസാനം ജഗതല പ്രതാപൻ്റെ നിർബന്ധം സഹിக்க വയ്യാതെ വൃദ്ധ പറഞ്ഞു, നാളെ നീ വീണ്ടും ആ കുളക്കടവിലേക്ക് പോകണം. അവിടെ ഇന്ദ്രകുമാരി കുളിക്കാൻ വരും. അവൾ കുളിക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ നീ അവളുടെ വസ്ത്രം എടുത്തുകൊണ്ട് ഓടണം. എന്തു വന്നാലും നീ തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കാതെ ഓടി ഇങ്ങെത്തണം. ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. അങ്ങനെ പിറ്റേന്ന് ജഗതല പ്രതാപൻ കുളക്കടവിലേക്ക് പോയി. കുളക്കടവിൽ ചെന്നപ്പോൾ ഇന്ദ്രകുമാരി അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. തക്ക നോക്കി ജഗതല പ്രതാപൻ അവളുടെ വസ്ത്രം എടുത്തുകൊണ്ട് ഓടി. ജഗതല പ്രതാപൻ തൻ്റെ വസ്ത്രവുമായിട്ട് ഓടുന്ന കണ്ട ഇന്ദ്രകുമാരി പിന്നാലെ ഓടി വന്നു. പക്ഷേ നല്ല വേഗതയിലോടി ജഗതല പ്രതാപൻ ഓടി വന്ന് വൃദ്ധയെ കയ്യിലിരുന്ന വസ്ത്രം ഏൽപ്പിച്ചു. ഇന്ദ്രകുമാരി എത്തുന്നതിന് മുമ്പായിട്ട് അവർ ജഗതല പ്രതാപൻ്റെ തുട കീറി ആ തുടയുടെ മാംസത്തിനുള്ളിൽ ഈ വസ്ത്രം ഒളിപ്പിച്ചിട്ട് തുന്നി ചേർത്ത് വെച്ചു. ഇന്ദ്രകുമാരി ഓടി വന്നപ്പോൾ വസ്ത്രം കണ്ടില്ല.
ദേവലോകത്ത് നിന്ന് താൻ ധരിച്ചുകൊണ്ട് വന്ന വസ്ത്രം ധരിക്കാതെ ഇന്ദ്രകുമാരിക്ക് തിരിച്ച് ദേവലോകത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രകുമാരി ജഗദല പ്രതാപനെ വിവാഹം കഴിച്ച് അവിടെ താമസമായി. കുറേ കാലം അവർ വൃദ്ധയോടൊപ്പം ആ ഗ്രാമത്തിലാണ് താമസിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടും കൂടെ ആ നാട് വിട്ട് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. ഇന്ദ്രകുമാരിയോട് ജഗദല പ്രതാപന് വലിയ സ്നേഹമായിരുന്നു. അവളോട് അത്രയധികം സ്നേഹം ജഗദല പ്രതാപൻ കാണിച്ചതുകൊണ്ട് തന്നെ അവൾക്കും അദ്ദേഹത്തിനോട് വളരെ ഇഷ്ടമായിരുന്നു. അവരൊരുമിച്ച് കുറേ ദൂരെ യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തെത്തി. ആ രാജ്യത്തിൻ്റെ പേര് വിശ്വരഞ്ജിതം എന്നായിരുന്നു. അവിടെ ഭരിച്ചിരുന്നത് വിശ്വജിത്ത് എന്ന രാജാവായിരുന്നു. ജഗദല പ്രതാപൻ രാജാവിനെ ചെന്ന് കണ്ടു. താനൊരു രാജകുമാരനാണ് എന്നൊന്നും പറഞ്ഞില്ല. തനിക്കൊരു ജോലി വേണം, തൻ്റെ ഒപ്പം ഭാര്യയുണ്ട്, അവളെ പോറ്റാൻ ഒരു ജോലി ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ജഗദല പ്രതാപന് രാജാവ് കൊട്ടാരത്തിലെ ഒരു ജോലി കൊടുത്തു. കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരു ചെറിയ വീട്ടിലെ ഒരു താമസവുമായി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ രാജാവ് കൊട്ടാരത്തിലേക്ക് വരവേ ജഗദല പ്രതാപൻ്റെ ഭാര്യയെ കണ്ടു. അവൾ ഇന്ദ്രകുമാരിയാണ് എന്നൊന്നും രാജാവിന് അറിഞ്ഞുകൂടായിരുന്നെങ്കിലും അത്ര സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ അതിനു മുമ്പ് രാജാവ് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് രാജാവ് ആഗ്രഹിച്ചു. അതിന് ജഗദല പ്രതാപനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ. രാജാവ് കുറേ ആലോചിച്ചു. അതിനുശേഷം വലിയൊരു രോഗം അഭിനയിച്ചു. അദ്ദേഹത്തിന് വലിയ വയറുവേദനയാണ്. വയറുവേദന സഹിക്കാനേ വയ്യ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വൈദ്യൻ ജഗദല പ്രതാപനെ വിളിച്ചിട്ട് രാജാവ് വേദന കൊണ്ട് മരിക്കാൻ പോവുകയാണെന്നും രാജാവിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കാർക്കോടക സർപ്പത്തിൻ്റെ വിഷം വേണം എന്നും പറഞ്ഞു. ആ വിഷം ജഗദല പ്രതാപൻ തന്നെ പോയി കൊണ്ടുവരണം. ആരാണ് നാഗരാജാവായ കാർക്കോടകൻ്റെ അടുത്ത് പോയി വിഷം ചോദിക്കുക? തൻ്റെ വിഷമം അദ്ദേഹം തൻ്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞു. ഇന്ദ്രകുമാരി പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ അങ്ങക്ക് ഒരു എഴുത്തോല തരാം. അത് കൊണ്ടുപോയി കാർക്കോടക രാജാവിനെ കാണിച്ചാൽ മതി. പോകുന്ന വഴിയിൽ ആരെങ്കിലും തടഞ്ഞാൽ അവരെയും അങ്ങ് എഴുത്തോല കാണിച്ചാൽ മതി. അങ്ങനെ ഇന്ദ്രകുമാരി ഒരു എഴുത്തോലയിൽ ഒരു കത്തെഴുതി ജഗദല പ്രതാപൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം ആ കത്തും കൊണ്ട് നാഗരാജ്യത്തേക്ക് യാത്രയായി. നാഗരാജ്യത്തിൻ്റെ കവാടത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ നാഗങ്ങൾ തടഞ്ഞെങ്കിലും തൻ്റെ കയ്യിലുള്ള ഓല കാണിച്ചതോടെ അവർ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടു. അങ്ങനെ അകത്ത് ചെന്ന ജഗദല പ്രതാപൻ താൻ കൊണ്ടുവന്ന കത്ത് നാഗരാജാവായ കാർക്കോടകനെ ഏൽപ്പിച്ചു. ആ കത്തിൽ ഇന്ദ്രകുമാരി എഴുതിയിരുന്നത് ഈ കത്ത് കൊണ്ടുവരുന്നത് തൻ്റെ ഭർത്താവായ ജഗദല പ്രതാപനാണെന്നും അദ്ദേഹത്തെ തിരിച്ചുവിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രാജാവിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് വിഷവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് നാഗകുമാരിയും കൂടെ കൊടുക്കണം എന്നുമായിരുന്നു. കാർക്കോടക രാജാവിന് ഇത് ചെയ്യുന്നതിൽ ഒട്ടും വിസമ്മതമുണ്ടായിരുന്നില്ല. അദ്ദേഹം കുറച്ച് വിഷം ഒരു പാത്രത്തിലാക്കി ജഗദല പ്രതാപന് കൊടുത്തു. മാത്രമല്ല തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നാഗകുമാരിയെ വിഷവുമായിട്ട് ജഗദല പ്രതാപൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. വിശ്വജിത്ത് രാജാവിന് ആ വിഷം കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് തൻ്റെ ഭാര്യയുമായിട്ട് ഇന്ദ്രകുമാരിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. ഇന്ദ്രകുമാരിക്ക് തൻ്റെ കൂട്ടായിട്ട് നാഗകുമാരിയെ കൂടെ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. പക്ഷേ രാജാവിൻ്റെ ദുഃഖം വർദ്ധിച്ചു. ആദ്യം അതിസുന്ദരിയായ ഒരു ഭാര്യ മാത്രമേ തൻ്റെ സേവകനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ മരുന്നിന് പോയിട്ട് വന്നപ്പോൾ അതുപോലെ സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയും കൂടെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ജഗദല പ്രതാപനോടുള്ള വിദ്വേഷം വർദ്ധിച്ചു. അവനെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹം മന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ചു. എന്നിട്ട് വീണ്ടും ജഗദല പ്രതാപനെ വരുത്തി. കാർക്കോടകൻ്റെ വിഷം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് വയറുവേദന മാറുന്നില്ല. അദ്ദേഹത്തിനൊരു സ്വർണ്ണ മത്സ്യത്തിന് ഉമിനീര് കൂടി ആ വിഷത്തിൽ കലർത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മരുന്ന് ഫലിക്കുകയുള്ളൂ. ഉടൻ തന്നെ ജഗദല പ്രതാപൻ പോയി സ്വർണ്ണ മത്സ്യത്തിൻ്റെ ഉമിനീര് കൊണ്ടുവരണം. ജഗദല പ്രതാപനാണെങ്കിൽ ഇത് കേട്ട് ആകെ വിഷമിച്ചു പോയി. അദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് തൻ്റെ ഭാര്യമാരോട് വിഷമം പറഞ്ഞു. എങ്ങനെയാണ് സ്വർണ്ണ മത്സ്യത്തിന് ഉമിനീര് കൊണ്ടുവരിക? അപ്പോൾ ഇന്ദ്രകുമാരി പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ ഒരു എഴുത്തോല തന്നുവിടാം. അങ്ങനെ ഇന്ദ്രകുമാരി ജഗദല പ്രതാപൻ്റെ കയ്യിൽ ഒരു എഴുത്തോല എഴുതി കൊടുത്തു. അതുമായിട്ട് അവൻ കടൽക്കരയിലേക്ക് പോയി. അവിടെ ചെന്ന് വരണരാജാവിൻ്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തു. അതോടെ കടൽ രണ്ടായി പിളരുകയും ജഗദല പ്രതാപനെ കടലിനടിയിലെ വരണരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് സ്വർണ്ണ മത്സ്യത്തിൻ്റെ ഉമിനീര് ഒരു പാത്രത്തിലാക്കി വരണരാജാവ് കൊടുത്തു. കത്തിൽ എഴുതിയിരുന്നതിന് പ്രകാരം വരണരാജാവിൻ്റെ മകളെയും ജഗദല പ്രതാപന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ജഗദല പ്രതാപൻ തൻ്റെ മൂന്നാമത്തെ ഭാര്യയുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. വിശ്വജിത്ത് രാജാവ് ആകെ വിഷമത്തിലായി. ഒരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പണിയെല്ലാം ചെയ്തത്. ഇപ്പോൾ ഇതാ അതിസുന്ദരിമാരായ 3 ഭാര്യമാരായി ജഗദല പ്രതാപന്.
ഭാര്യമാരാണെങ്കിൽ 3 പേരും ദേവകുമാരിമാരാണ്, 3 പേരും കൂട്ടുകാരുമാണ്. അവർ വളരെ സന്തോഷത്തോടെ വീട്ടിൽ കഴിയുന്നു. രാജാവും മന്ത്രിയും കൂടെ ഉടൻ തന്നെ ഒരു കത്തെഴുതി. എന്നിട്ട് ജഗദല പ്രതാപൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മനുഷ്യ സാധ്യമല്ലാത്ത 2 കാര്യങ്ങളാണ് നീ സാധിച്ചിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന 3ാമത്തെ കാര്യം നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്കറിയാം. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞങ്ങളുടെ പൂർവികർ കുറച്ച് പേരെ കുറേ കാലം മുമ്പ് മരിച്ചുപോയി. അവർ യമലോകത്ത് സന്തോഷമായിരിക്കുന്നോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നീ യമലോകം വരെ പോയിട്ട് അവർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിച്ച് അവരുടെ മറുപടി കത്തുമായിട്ട് തിരിച്ചു വരണം. ഇത് കേട്ട ജഗദല പ്രതാപൻ ഉടൻ തന്നെ വീട്ടിൽ ചെന്ന് ഭാര്യമാരോട് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രപുത്രി പറഞ്ഞു, അങ്ങ് വലിയൊരു തീക്കുണ്ടം ഉണ്ടാക്കണം. ഈ പൂർവികരെയൊക്കെ ദഹിപ്പിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് തീക്കുള്ളിൽ പോയി ഈ വിവരം അറിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തരുന്ന കത്തുമായിട്ട് അഗ്നിരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കൊക്കെ പോയാൽ മതി. അങ്ങനെ ഇന്ദ്രകുമാരി ഒരു കത്തെഴുതി ജഗദല പ്രതാപൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ആ കത്തുമായിട്ട് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് രാജാവ് തൻ്റെ പൂർവികർക്ക് എഴുതി വച്ചിരിക്കുന്ന കത്തും കൂടി വാങ്ങി. എന്നിട്ട് രാജാവിനോട് വലിയൊരു തീക്കുണ്ടം ഉണ്ടാക്കാൻ പറഞ്ഞു. രാജാവും മന്ത്രിയും കൂടെ ചേർന്ന് ഉടൻ തന്നെ വലിയൊരു തീക്കുണ്ടം ഉണ്ടാക്കിപ്പിച്ചു. ജഗദല പ്രതാപൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തുകളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തീയിലേക്ക് ചാടി. കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല. രാജാവ് വിചാരിച്ചു ശല്യം ഒഴിഞ്ഞു, അവൻ മരിച്ചുപോയി, അവൻ്റെ 3 ഭാര്യമാരെയും ഇനി സ്വന്തമാക്കാം. പക്ഷേ പെട്ടെന്ന് തീക്കുള്ളിൽ നിന്ന് ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ ജഗദല പ്രതാപൻ തിരിച്ചു വരുന്നത് അദ്ദേഹം കണ്ടു. കൂടെ സുന്ദരിയായൊരു പെൺകുട്ടിയുമുണ്ട്, അഗ്നിപുത്രി. അഗ്നിപുത്രിയും വിവാഹം കഴിച്ചുള്ള വരവാണ്. കയ്യിൽ പൂർവികർ തങ്ങൾക്ക് സുഖമാണെന്നും യമലോകത്ത് ഒരു കുഴപ്പവുമില്ല എന്നും എഴുതിയ കത്തും കൊണ്ടുവന്നിട്ടുണ്ട്. രാജാവിനും മന്ത്രിക്കും ഇതിൽ പരം ഒരു അതിശയമില്ല. കത്ത് രാജാവിനെ ഏൽപ്പിച്ചിട്ട് ജഗദല പ്രതാപൻ തൻ്റെ പുതിയ ഭാര്യയോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചുപോയി. രാജാവും മന്ത്രിയും കുറേ നേരം ആ തീക്കുണ്ടത്തിനരികെ ആലോചിച്ചിരുന്നു. ജഗദല പ്രതാപൻ തീയിലേക്ക് ചാടിയിട്ട് പൊള്ളലൊന്നും പറ്റിയില്ല. മാത്രമല്ല പൂർവികരുടെ കത്ത് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് ഈ തീയിൽ ചാടിയാൽ തങ്ങൾക്ക് ഒരു അപകടവും പറ്റില്ല എന്നവർ വിശ്വസിച്ചു. അവർ 2 പേരും കൂടി അവരുടെ പൂർവികരോട് വിശേഷം തിരക്കാൻ വേണ്ടി തീയിലേക്ക് എടുത്ത് ചാടി. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. അവർ 2 പേരും ആ തീയിൽ വെന്തു മരിച്ചുപോയി. അതോടെ ആ രാജ്യം അനാഥമായി തീർന്നു. ജഗദല പ്രതാപനെ പോലെ അത്ഭുത കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളെ തങ്ങൾക്ക് രാജാവായി വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ജഗദല പ്രതാപൻ ആ രാജ്യത്തിൻ്റെ അധിപനായി തീർന്നു. താൻ ആഗ്രഹിച്ചതുപോലെ 4 ഭാര്യമാരുമായിട്ട് അദ്ദേഹം സുഖമായിട്ട് അങ്ങനെ കഴിയുകയായിരുന്നു. ആ ഇടയ്ക്ക് ഒരിക്കൽ തൻ്റെ ഭാര്യമാരോടൊപ്പം അദ്ദേഹം കൊട്ടാരത്തിനടുത്തുള്ള ഒരു കാട്ടിലേക്ക് പോയി. അവിടെ ഒരു നദിയുണ്ടായിരുന്നു. നദിയുടെ കരയിൽ വിശാലമായ ഒരു പുൽത്തകിടി ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ മനോഹരമായ ഒരു വിശ്രമ സങ്കേതം നിർമ്മിച്ചാൽ എന്ത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആഗ്രഹിച്ചതും ഇന്ദ്രകുമാരി അത് നടത്തിക്കൊടുത്തു. ആ പുൽത്തകിടിയിൽ അവർ വലിയൊരു കൊട്ടാരം, ഒരു വെണ്ണക്കൽ കൊട്ടാരം തൻ്റെ മന്ത്രശക്തിയോടെ നിർമ്മിച്ചു. എന്നിട്ട് ജഗദല പ്രതാപനും ഭാര്യമാരും അവിടെ താമസമായി. അവർ വളരെ സന്തോഷമായിട്ട് അങ്ങനെ താമസിച്ചു വരികയായിരുന്നു. ഈ സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. ഉദയഗിരിയിൽ വലിയൊരു യുദ്ധമുണ്ടായി. ശത്രുക്കൾ ഉദയഗിരി രാജാവിനെ തോൽപ്പിച്ചു. അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിൻ്റെ 6 മക്കളും രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മറ്റൊരു ഗതിയുമില്ലാതെ അവർ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. കാട്ടിലൂടെ ഒരുപാട് ദൂരം ഭക്ഷണവും വെള്ളവുമില്ലാതെ യാത്ര ചെയ്ത് അവർ വല്ലാതെ ക്ഷീണിച്ചു. ജഗദല പ്രതാപൻ്റെ അമ്മയായ രാജ്ഞി നടന്ന് തളർന്ന് ഈ ജഗദല പ്രതാപൻ താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ വന്ന് കുഴഞ്ഞു വീണുപോയി. തൻ്റെ അമ്മ തൻ്റെ മുറ്റത്ത് കുഴഞ്ഞു വീഴുന്നത് ജഗദല പ്രതാപൻ ഒറ്റപ്പാവിലിരുന്ന് കണ്ടു. അദ്ദേഹം താഴേക്ക് ഓടിയിറങ്ങി വന്നു. അമ്മയെ വാരിയെടുത്ത് കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ എത്തിയ രാജാവും അദ്ദേഹത്തിൻ്റെ 6 മക്കളും രാജ്ഞിയെ ഒരാളൊരു കൊട്ടാരത്തിനുള്ളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് പിന്നാലെ ഓടിയെത്തി. രാജാവ് നോക്കുമ്പോൾ തൻ്റെ മകനായ ജഗദല പ്രതാപനാണ്. അദ്ദേഹത്തിൻ്റെ അത്ഭുതത്തിന് അതിരുകളില്ലായിരുന്നു. അവരെല്ലാവരെയും ജഗദല പ്രതാപൻ ആ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. രാജാവ് നോക്കുമ്പോൾ ജഗദല പ്രതാപൻ ഇപ്പോൾ വലിയ ചക്രവർത്തിയാണ്. ഇന്ദ്രപുത്രിയാണ് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെറ്റില ചവയ്ക്കാൻ വെച്ചു കൊടുക്കുന്നത്. അഗ്നിപുത്രി അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മി കൊടുക്കുന്നുണ്ട്. വരണപുത്രി വീണ വായിച്ച് അദ്ദേഹത്തിന് വേണ്ടി പാട്ട് പാടുന്നുണ്ട്. നാഗരാജപുത്രിയാണെങ്കിൽ വിശറി വീശി അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവനൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി രാജാവ് പശ്ചാത്താപത്തോടെ ഓർത്തു. ഇങ്ങനെയൊരു സ്വപ്നത്തിനെപ്പറ്റി അവൻ പറഞ്ഞപ്പോൾ താൻ അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കി കൊല്ലാൻ ആജ്ഞാപിച്ചു. പക്ഷേ അതേ കാര്യമാണ് അവനെ ഇപ്പോൾ തൻ്റെ മുന്നിൽ ചെയ്ത് കാണിക്കുന്നത്. രാജാവിന് വലിയ കുറ്റബോധം തോന്നി.
എന്തായാലും എല്ലാവരും കൂടി ആ കൊട്ടാരത്തിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ജഗതല പ്രതാപന് വളരെ ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകേണ്ടി വന്നു. ഒരുപാട് ദൂരെ യാത്രയായതിനാൽ യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ ജഗതല പ്രതാപൻ തൻ്റെ തുട കീറി തുടയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന പട്ടുവസ്ത്രം എടുത്ത് അമ്മയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഇത് എൻ്റെ കാലിലെ തുടയ്ക്കുള്ളിൽ ഇരുന്നിട്ട് എനിക്ക് വേദനിക്കുന്നു, അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ അമ്മ ഇതൊന്ന് സൂക്ഷിച്ചു വെക്കണം, ഇത് ആരുടെയും കയ്യിൽ കൊടുക്കരുത്. ജഗതല പ്രതാപൻ അമ്മയോട് എന്തോ രഹസ്യം പറഞ്ഞിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ കണ്ടിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ അമ്മയുടെ അടുത്ത് ചെന്നു. കുറേ നേരം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മക്കളെ, അവന് ഒരു വസ്ത്രം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ, ഞങ്ങൾക്ക് ഒന്ന് കാണണമെന്ന് വലിയ കൊതിയുണ്ട്, ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു തരാം. അങ്ങനെ ജഗതല പ്രതാപൻ്റെ അമ്മ ഈ പട്ടുവസ്ത്രം എടുത്ത് ഇന്ദ്രകുമാരിയുടെ കയ്യിൽ കൊടുത്തു. തൻ്റെ വസ്ത്രം കിട്ടിയതും ഇന്ദ്രകുമാരി അത് അണിഞ്ഞ് ഉടൻ തന്നെ ദേവലോകത്തേക്ക് തിരിച്ചുപോയി. ഇന്ദ്രകുമാരി തിരിച്ചു പോകുന്നത് കണ്ട നാഗരാജകുമാരിയും വരണകുമാരിയും അഗ്നികുമാരിയും അവളുടെ പിന്നാലെ ദേവലോകത്തേക്ക് പോയി. ഇന്ദ്രകുമാരി പോയതോടെ ഇന്ദ്രകുമാരിയുടെ മന്ത്രശക്തിയുടെ ബലം നഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന വലിയ വെണ്ണക്കൽ കൊട്ടാരം പൊടിഞ്ഞ് അവിടെ വീണ്ടും കൊടുങ്കാടായിട്ട് തീർന്നു. ജഗതല പ്രതാപൻ തിരിച്ചു വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തി അമ്മയും അച്ഛനും 6 സഹോദരങ്ങളും കാട്ടിലിരിപ്പുണ്ട്. ജഗതല പ്രതാപനുണ്ടോ വിടുന്നു. അവനുടൻ തന്നെ തിരിച്ച് തന്നെ സഹായിച്ച മന്ത്രവാദിനി അടുത്തേക്ക് പോയി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ മന്ത്രവാദിനി പറഞ്ഞു, ദേവലോകത്തേക്ക് മനുഷ്യനായി നിനക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വടക്ക് വശത്ത് ഞാൻ ഒരിക്കലും പോവരുത് എന്ന് പറഞ്ഞിരുന്ന ആ കുളമുണ്ടല്ലോ, അത് ദേവന്മാർ കുളിക്കാൻ വരുന്ന കുളമാണ്. അവിടെ ചെന്ന് 41 ദിവസം കഠിന വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് നടന്നേക്കും. അങ്ങനെ ജഗതല പ്രതാപൻ ആ കുളത്തിൻ്റെ കരയിലേക്ക് പോയി. അവിടെ ചെന്ന് കഠിനവ്രതം നോറ്റ് ഒറ്റക്കാലിൽ 41 ദിവസം തപസ് ചെയ്തു. 41ാമത്തെ ദിവസം ഇന്ദ്രകുമാരി അവനെ തേടി വന്നു. ഇന്ദ്രകുമാരി പറഞ്ഞു, എനിക്കിനി എൻ്റെ അച്ഛൻ്റെ അനുവാദമില്ലാതെ അധികകാലം ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല. കുറേ കാലം നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും വല്ലാതെ വിഷമിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കൂടി ദേവലോകത്തേക്ക് കൊണ്ടുപോകാം. അവിടെ വന്ന് അച്ഛനോട് നീ അനുവാദം ചോദിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിൻ്റെ ഒപ്പം ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അവനെ ഒരു മഞ്ഞ തവളയാക്കി മാറ്റി ഇന്ദ്രകുമാരി കയ്യിലെടുത്ത് ഇന്ദ്രലോകത്തേക്ക് പോയി. അവിടെ ചെന്ന് ജഗതല പ്രതാപനെ വീണ്ടും ഒരു മനുഷ്യനാക്കി മാറ്റി. ജഗതല പ്രതാപൻ ഇന്ദ്രനെ ചെന്ന് കണ്ടു. തൻ്റെ സത്യാവസ്ഥയെല്ലാം വെളിപ്പെടുത്തി. ഇന്ദ്രകുമാരിയെ തൻ്റെ കൂടെ വിടണമെന്നും അവളില്ലാതെ തനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നും തനിക്ക് അവളെ അത്രത്തോളം ഇഷ്ടമാണെന്നും പറഞ്ഞു. അവൻ്റെ സത്യസന്ധതയും സ്നേഹവും വിനയവും ഒക്കെ ഇഷ്ടപ്പെട്ട ദേവേന്ദ്രൻ തൻ്റെ മകളായ ഇന്ദ്രകുമാരിയെ ജഗതല പ്രതാപന് കൊടുക്കാം എന്ന് നിശ്ചയിച്ചു. പക്ഷേ അപ്പോൾ ജഗതല പ്രതാപൻ പറഞ്ഞു, എനിക്ക് ഇന്ദ്രകുമാരി മാത്രമായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എനിക്ക് 3 ഭാര്യമാർ കൂടിയുണ്ട്. ഇന്ദ്രകുമാരിയുടെ ഒപ്പം അഗ്നികുമാരിയെയും വരണകുമാരിയെയും നാഗകുമാരിയെയും കൂടി എൻ്റെ കൂടെ വിടണം. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? ഞാൻ നിനക്ക് ഇന്ദ്രകുമാരിയെ തരാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് ദേവകന്യകന്മാരെ കൂടി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നീ ചില പരീക്ഷകൾ ജയിക്കേണ്ടതുണ്ട്. ജഗതല പ്രതാപൻ പറഞ്ഞു, അങ്ങ് എന്ത് പരീക്ഷ നടത്തിയാലും സാരമില്ല, ഞാൻ 4 പേരെയും കൊണ്ടേ ഭൂമിയിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഇന്ദ്രൻ വലിയൊരു തോട്ടം കാണിച്ചു. അത് എള്ളിൻ്റെ തോട്ടമായിരുന്നു. ആ എള്ളിൻ്റെ തോട്ടം ഉഴുത് എള്ളെല്ലാം മണ്ണിൽ വീണുപോയി. ആ മുഴുവൻ എള്ളുകളും പെറുക്കി കൂട്ടി എണ്ണി തിട്ടപ്പെടുത്തി ഇന്ദ്രനെ ഏൽപ്പിക്കുകയാണെങ്കിൽ മാത്രം അദ്ദേഹം ജഗതല പ്രതാപന് നാഗകുമാരിയെ കൊടുക്കാം എന്ന് പറഞ്ഞു. ജഗതല പ്രതാപൻ വലിയ പാടത്തിൻ്റെ കരയിൽ ചെന്ന് നിന്നു. എള്ളുകൾ മുഴുവൻ കൊഴിഞ്ഞ് മണ്ണിൽ വീണ് കിടക്കുകയാണ്. അത് മുഴുവൻ പെറുക്കിയെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി കൂട്ടുക എന്നത് ഒരിക്കലും സാധ്യമായൊരു പ്രവൃത്തിയായിരുന്നില്ല. പക്ഷേ ജഗതല പ്രതാപൻ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഉറുമ്പുകൾ ആ വഴി വന്നു. ഒരുപാട് കാലം തങ്ങളുടെ സുഹൃത്തായിരുന്ന ജഗതല പ്രതാപൻ വിഷമിച്ചിരിക്കുന്നത് ഉറുമ്പുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, അങ്ങ് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഈ പണി ഞങ്ങൾ ചെയ്തുകൊള്ളാം. അങ്ങനെ ജഗതല പ്രതാപന് വേണ്ടിയിട്ട് ഉറുമ്പുകൾ ആ എള്ളുകളെല്ലാം പെറുക്കി കൂട്ടി എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തു. ആ പരീക്ഷയിൽ വിജയിച്ചതോടെ ജഗതല പ്രതാപൻ നാഗരാജകുമാരിയെ സ്വന്തമാക്കി. അടുത്തത് വരണപുത്രിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയായിരുന്നു. വലിയ ആഴമുള്ളൊരു കിണറിലേക്ക് ഇന്ദ്രൻ ഒരു മോതിരം എറിഞ്ഞു. ആ മോതിരം പോയി കൊണ്ടുവരിക എന്നതായിരുന്നു ജഗതല പ്രതാപൻ ചെയ്യേണ്ട ജോലി. ജഗതല പ്രതാപനാണെങ്കിൽ കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വലിയൊരു പാമ്പ് വന്ന് വഴി മുടക്കി. അദ്ദേഹം ആ പാമ്പിനെ ഒരു വാളുകൊണ്ട് വെട്ടി 2ആക്കി മുറിച്ച് കളഞ്ഞു. അപ്പോൾ ആ 2 കഷ്ണങ്ങളും ഓരോ പാമ്പുകളായി. അദ്ദേഹം ആ 2 പാമ്പുകളെയും വെട്ടിയപ്പോൾ
ആ പാമ്പുകൾ 4 പാമ്പുകളായിട്ട് മാറി. അങ്ങനെ അദ്ദേഹം ഓരോ പാമ്പുകളെ വെട്ടുമ്പോഴും ആ പാമ്പുകളെല്ലാം ഈ 2 പാമ്പുകളായി മാറിക്കൊണ്ടിരുന്നു. കിണർ പാമ്പുകളാൽ നിറഞ്ഞു. ഇത്തവണ ജഗദല പ്രതാപൻ്റെ സഹായത്തിനെത്തിയത് തവളകളാണ്. തവളകൾ അസാധാരണമായ ശബ്ദമുണ്ടാക്കി ആ പാമ്പുകളെ ഓരോന്നായി വിഴുങ്ങാൻ തുടങ്ങി. ജഗദല പ്രതാപൻ അതിനിടയ്ക്ക് കിണറ്റിലേക്ക് ചാടിയിറങ്ങി ആ മോതിരം സ്വന്തമാക്കി. അങ്ങനെ അദ്ദേഹം മരണപുത്രിയെ വീണ്ടും തൻ്റെ ഭാര്യയാക്കി. അഗ്നിപുത്രിയെ വേണമെങ്കിൽ ഒരേ ഛായയുള്ള 7 പെൺകുട്ടികളിൽ നിന്ന് അഗ്നിപുത്രിയെ മാത്രമായിട്ട് ജഗദല പ്രതാപൻ കണ്ടുപിടിക്കണമായിരുന്നു. ഇത്തവണ ജഗദല പ്രതാപൻ്റെ സഹായത്തിനെത്തിയത് ചിത്രശലഭങ്ങളാണ്. ചിത്രശലഭങ്ങൾ അഗ്നിപുത്രിയുടെ തലയ്ക്ക് ചുറ്റും പാറിക്കളിച്ച് അവളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ പരീക്ഷയിലും ജഗദല പ്രതാപൻ വിജയിച്ചു. വീണ്ടെടുത്ത തൻ്റെ ഭാര്യമാരുമായിട്ട് ജഗദല പ്രതാപൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ഭൂമിയിൽ മന്ത്രശക്തിയാൽ വളരെ വലിയൊരു കൊട്ടാരമുണ്ടാക്കി. തൻ്റെ അമ്മയും അച്ഛനും 6 സഹോദരന്മാരും 4 ഭാര്യമാരും ഒക്കെ ആയിട്ട് ജഗദല പ്രതാപൻ വളരെ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിച്ചു. ഇഷ്ടമായോ ജഗദല പ്രതാപൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.